കേരളത്തിൽ ഭരണത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആർക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കാതിരുന്നത്? EMS മുതൽ. ലോകചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഗവൺമെൻറ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്ന സ്ഥലമാണ് കേരളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ. ആ EMSനെതിരായിട്ട് പറയാൻ അന്നൊന്നും ഒരു ഉപലഭ്യവും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരായിട്ട് ഇതേപോലെ തന്നെയുള്ള പ്രചരണമാണ് നടത്തിയത്. 67 ഗവൺമെൻറ് വന്നപ്പോഴും 57 ഗവൺമെൻറ് കഴിഞ്ഞ് പിന്നീടാണല്ലോ 67 ഗവൺമെൻറ് വരുന്നത്. 67 ഗവൺമെൻറ് വന്നപ്പോഴും സഖാവ് EMSനെതിരായിട്ട് എത്ര കടുത്ത അക്രമമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത്. അന്നും അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് CH കണാരനായിരുന്നു. CH കണാരനെ ഇനി എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? എന്തെല്ലാം അസഭ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സഖാവ് നായനാർ വന്നു. നായനാർ വന്നപ്പോൾ നായനാർക്കെതിരായിട്ട്, അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, അന്ന് പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നു, പിണറായിക്കെതിരായിട്ട്, VS വന്നപ്പോൾ VSനെതിരായിട്ട്, അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, ഇങ്ങനെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതൃത്വത്തിനും പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ബൂർഷ്വാ പാർട്ടികളും അതുപോലെ തന്നെ പ്രസ് മാത്രമല്ല ഇപ്പോഴും മാധ്യമങ്ങളാകെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. AKGക്കെതിരായിട്ട് AKGയെ പറ്റി പറഞ്ഞത്, AKG രോഗമായി കിടക്കുമ്പോൾ എന്തേ ഗോപാല കാലം വന്ന് വിളിച്ചിട്ടും എന്തേ ഗോപാല പോകാതെ എന്നായിരുന്നില്ലേ മുദ്രാവാക്യം. AKGയെക്കാളും വലിയ ജനകീയ നേതാവ് കേരളത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്നേ വരെ. ആ AKGയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കോടിയേരി ജീവിച്ചിരിക്കുമ്പോഴും കോടിയേരിക്കെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള വിമർശനങ്ങളും അതിശക്തിയായിട്ടുള്ള കടന്നാക്രമവുമാണ് കേരളത്തിൽ നടത്തിയത്. ഇപ്പോഴ് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാവുക. എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ ചങ്ങലക്കെട്ടുകൾക്കിടയിലാണ് എന്നാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി, പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന സെൻട്രലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കൾക്കെതിരായി ഇങ്ങനെയുള്ള ആരോപണം വരാതിരുന്നാലാണ് അത്ഭുതപ്പെടേണ്ടത്. EMS പറയുന്നത് പോലെ മനോരമ തുടങ്ങിയിട്ടുള്ള മനോരമാദി മാധ്യമങ്ങൾ എനിക്കെതിരായിട്ട് എതിരായിട്ട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അനുകൂലമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ആലോചിക്കണം എന്തോ ഒരു പെശക് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു പെശക് സംഭവിച്ചിട്ടില്ല. ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നേതൃത്വമാകെ കൂട്ടായിട്ട്, ഒറ്റക്കൊറ്റക്കൊന്നുമല്ല പാർട്ടി നയിക്കുന്നത്, കൂട്ടായിട്ട് തന്നെയാണ്. ഇതിനിടെ പ്രസിദ്ധീകരിച്ച ഒരു നോവലുണ്ട്. ആ നോവല് പുതിയ രീതിയിൽ എഴുതപ്പെട്ട മഹാഭാരതത്തിൻ്റെ കഥകളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഒരു നോവലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. നല്ല വായനക്കാരുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. അത് ആത്രേയം എന്ന് പറയുന്ന പുസ്തകമാണ്. ആത്രേയം അത് എഴുതിയിട്ടുള്ളത് വളരെ പ്രശസ്തമായ ഒരു നോവൽ. ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ള കല്യാണിയും ദാക്ഷായണിയും എന്നു പേരുള്ള 2 സ്ത്രീകളുടെ കഥ 25ാമത്തെ എഡിഷനാണ് ഇപ്പോൾ. നല്ല വായനക്കാരുണ്ട് നടത്തും. അതിലൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു ചില്ലി കമ്പാണെങ്കിൽ ചവിട്ടി അരക്കാം. മഹാഭാരതത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഒരു കെട്ട് കമ്പ്, ചില്ലിക്കമ്പ് ചവിട്ടി അരക്കാനാവുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷത ഏതാണ്? ഒരാളല്ല, നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളല്ല, അതെല്ലാം കൂടിച്ചേർന്ന ഒരു പാർട്ടി നേതൃത്വവും പാർട്ടിയുമാണ്. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ചേർന്നതാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഒരു ദിവസം ഇങ്ങോട്ട് രൂപപ്പെട്ടു വന്നതല്ല, വലിയ ത്യാഗപൂർണ്ണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണ് പാർട്ടിയും പ്രസ്ഥാനവുമെല്ലാം.